സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഹരേ ഗോവിന്ദ. ഇന്നലെ നമ്മൾ 27 നാമങ്ങൾ പറയുമ്പോൾ ഇന്ന് 28ാമത്തെ നാമമാണ് നമ്മൾ പറയുന്നത്. ഓം മന്ദസ്മിത പ്രഭാപൂര മജ്ജത് കമേശ മനസ. മന്ദസ്മിത എന്ന് വെച്ചാൽ പുഞ്ചിരിക്കുന്ന, ദേവിയുടെ പുഞ്ചിരി. പ്രഭാപൂരം എന്ന് വെച്ച് കഴിഞ്ഞാൽ സൗന്ദര്യ പ്രവാഹം. പ്രഭാപൂരം എന്നുള്ള വാക്കിന് സൗന്ദര്യ പ്രവാഹം എന്നർത്ഥം. മന്ദസ്മിത പ്രഭാപൂര മജ്ജത്ത്. മജ്ജത്ത് എന്നുള്ള വാക്കിന് മുഴുകിക്കിടക്കുക. മജ്ജത്ത് എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണ്? മുഴുകിക്കിടക്കുക എന്നാണ് മജ്ജത്ത് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം. കാമേശ മനസ, മഹാദേവന്റെ മനസ്സ്. അപ്പോൾ മഹാദേവൻ കാമദേവനെ ജയിച്ച ആളാണ്. മഹാദേവൻ ആരെ ജയിച്ചു? കാമദേവനെ ജയിച്ച ആളാണ്. ആ മഹാദേവന്റെ മനസ്സുപോലും ദേവിയുടെ മന്ദഹാസത്തിൽ മയങ്ങിക്കിടക്കുന്നു എന്നാണ്. എനിക്ക് വയ്യ മഹാദേവന്റെ ഒരു കാര്യം ഇല്ലേ. ആ മഹാദേവന്റെ മനസ്സുപോലും ഈ മഹാദേവിയുടെ മന്ദഹാസത്തിൽ മയങ്ങിക്കിടക്കുന്നു. മന്ദസ്മിത പ്രഭാപൂരമജ്ജത്കമേശ മനസാം. ആശ്രമത്തിലെ ഈ ലളിത സഹസ്രനാമത്തിന്റെ ഈ നാമം നമ്മൾ 1,08,000 തവണ ജപിച്ച് നമ്മൾ ഉറപ്പിക്കുന്ന സമയത്ത് ആശ്രമത്തിൽ പറഞ്ഞു ഇല്ലേ, എന്താണ്? മഹാദേവനെ പുഞ്ചിരിയോടെ വീക്ഷിക്കുന്ന ദേവിയുടെ തൃക്കണ്ണുകളെ ധ്യാനിച്ചുകൊണ്ട് ഈ നാമത്തെ ജപിക്കണമെന്ന് പറയും അല്ലേ. മനസ്സിലായോ? മഹാദേവന്റെ മന്ദസ്മിത പ്രഭാപൂരമജ്ജത് മഹാകമേശ മനസ. അവിടെ ഒരു സ്നേഹ കൂടുതൽ കൊണ്ട് നമ്മൾ വിശേഷിപ്പിക്കുന്നു എന്നുള്ളേ ഉള്ളൂ അല്ലേ. 28ാമത്തെ നാമത്തില് ഓം മന്ദസ്മിത പ്രഭാപൂരമജ്ജത് കമേശ മനസായേ നമഃ. ഒരിക്കൽ കൂടി ജപിക്കാം. എങ്ങനെയാണ്? മന്ദസ്മിത പ്രഭാപൂരമജ്ജത് കമേശ മനസായേ നമഃ. മന്ദസ്മിത പ്രഭാപൂരമജ്ജത് കമേശ മനസായേ നമഃ. മന്ദസ്മിത ദേവിയുടെ സപുഞ്ചിരി, പ്രഭാപുരം സൗന്ദര്യ പ്രവാഹം, മജ്ജത്ത മുഴുകിക്കിടക്കുക. കമേശ മനസ, മഹാകമേശ മനസ, മഹാദേവന്റെ മനസ്സെന്നോടെ അർത്ഥം എടുത്താൽ മതി. അപ്പോൾ എല്ലാ ജീവികളെയും ആകർഷിക്കാൻ കഴിയുന്നവളാണ് സാക്ഷാൽ ലളിതാ ത്രിപുരസുന്ദരി, ലളിതാ പരമേശ്വരി. ദേവിയുടെ മന്ദഹാസത്തിന്റെ ആ ലാവണ്യം എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ മനസ്സിൽ കാണണം. അപ്പോൾ മഹാദേവനെ കടക്കണ്ണിട്ട് നോക്കി പുഞ്ചിരിക്കുന്ന മഹാദേവിയുടെ രൂപത്തെ മനസ്സിൽ കണ്ട് മന്ദസ്മിത പ്രഭാപൂരമജ്ജത് മഹാകമേശ മനസാം ഇല്ലേ. അവിടെ ആ ഒരു നാമം. അപ്പൊ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, 1000 നാമങ്ങളും നമ്മൾ ജപിക്കേണ്ട കാര്യമാണ്. 1000 നാമങ്ങളാണല്ലോ സഹസ്രനാമം പറയുന്നത്. ജപിക്കുന്നത് ഉത്തമം. ഇല്ല, ഒരു നാമത്തെ തന്നെ നമുക്ക് 1008 തവണ ജപിച്ചാലും മതി. അത് തുടക്കക്കാർക്ക് നമ്മൾ ആശ്രമങ്ങളിൽ പറയുന്ന ഒരു പദ്ധതിയാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാവം ഉറയ്ക്കാൻ വേണ്ടി. അപ്പോൾ ഈ 1000 നാമങ്ങളും ജപിച്ച് കഴിയുമ്പോൾ ലളിതാ പരമേശ്വരിയുടെ മണിദ്വീപം കണ്ടൊരു പ്രതീതി വരും. ഓരോ നാമത്തിനും ഓരോരോ ധ്യാനം ഇല്ലേ. ഇവിടെ കടക്കണ്ണിൽ മഹാദേവനെ കടക്കണ്ണിട്ട് പൊക്കി നിൽക്കുന്ന മഹാദേവിയുടെ രൂപത്തെ ധ്യാനിച്ച് മന്ദസ്മിത പ്രഭാപൂരമജ്ജത് കമേശ മനസായേ നമഃ എന്ന് നമുക്ക് ജപിക്കാൻ പറ്റുന്നത് ഒരു ഭാഗ്യമാണ്. 29ാമത്തെ നാമം അനാകലിത. അവിടെ ശ്രദ്ധിച്ച് വായിക്കണം. അനാകലിത. അപ്പോൾ കലിമനമല്ലാത്ത, ലഭ്യമല്ലാത്ത എന്നൊക്കെ നമുക്ക് പറയണം. അനാകലിത സാദൃശ്യ. ചുബുക. ചുബുകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധരത്തിന്റെ അധോഭാഗം എന്ന് നമുക്ക് അർത്ഥം പറയണം. വിരാജിത, ശോഭിക്കുന്ന. അപ്പൊ ഇവിടെ എന്താണ്? അനാകലിത സാദൃശ്യ ചുബുക ശ്രീ വിരാജിതായേ നമഃ. അനാദൃശ്യമായ സൗന്ദര്യ വിശേഷമുള്ളതാണ് ദേവിയുടെ അധരത്തിന്റെ അധോഭാഗം ഇല്ലേ. അധരത്തിന്റെ അധോഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് താടി എന്ന് സാമാന്യം പറയാം ഇല്ലേ. ഇപ്പൊ ദേവിയുടെ സൗന്ദര്യം എത്ര വർണ്ണിച്ചിട്ടും വശിന്യാദി വാഗ്ദേവതകൾക്ക് തൃപ്തിയാവുന്നില്ല. വശിന്യാദി വാഗ്ദേവതകൾ ദേവിയുടെ സൗന്ദര്യത്തെ വീണ്ടും വാഴ്ത്തിപ്പാടുകയാണ് ഇല്ലേ. അനാസാദൃശ ചുബുക ശ്രീ വിരാജിതായേ അനാകലിത സാദൃശ്യ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും നമുക്ക് പകരം വയ്ക്കാൻ പറ്റില്ല ദേവിയുടെ. അനാകലിത സാദൃശ ചുബുക ശ്രീ വിരാജിതായേ നമഃ. ചുബുകം താടിയുടെ അധോഭാഗമെന്ന് അർത്ഥം. ചുബുക ശ്രീ വിരാജിതായേ നമഃ. കാമേശബദ്ധമാംഗല്യ സൂത്രശോഭിത ഗന്ധരായേ നമഃ.
30-ാമത്തത് കാമേശബദ്ധമാംഗല്യ സൂത്രശോഭിതഗന്ധരായേ നമാം. കാമേശബദ്ധമാംഗല്യ, കാമേശ്വരനായ ശിവനാൽ ബദ്ധ ബന്ധിച്ച ബദ്ധമാംഗല്യസൂത്ര. അവിടെ കാമേശബദ്ധ മാംഗല്യസൂത്ര, മാംഗല്യസൂത്ര ഒരുമിച്ച് ജപിക്കുമ്പോഴാണ് ആ ഭാവം കിട്ടുന്നത്. കാമേശബദ്ധ മാംഗല്യസൂത്ര ശോഭിതഗന്ധരായേ നമാം. കാമേശ്വരനാൽ നമ്മളെപ്പോഴും ജപിക്കുക കാമേശബദ്ധ മാംഗല്യ സൂത്രശോഭിതഗന്ധരായേ നമാം. മംഗല്യസൂത്രത്തിനെ നമ്മളങ്ങോട്ട് രണ്ടായിട്ട് പിരിക്കും ഇല്ലേ? മംഗളങ്ങൾക്ക് മംഗളം തരുന്ന ദേവിയുടെ മംഗളസൂത്രത്തിനെ തന്നെ ജപിക്കുമ്പം മംഗളമൊന്നും തിരിക്കും സൂത്രം. സാധാരണ ഇങ്ങനെയാണ് ജപിച്ചു കാമേശബദ്ധ മംഗല്യ സൂത്രശോഭിത കാമേശബദ്ധ മംഗല്യ സൂത്രശോഭിതഗന്ധരായേ നമ എന്ന് ജപിക്കുമ്പോൾ അതിനൊരു ഭാവം വരും ഇല്ലേ? അപ്പോൾ കാമേശ്വരനാൽ ബന്ധിച്ച, ശിവനാൽ ബന്ധിക്കപ്പെട്ട മംഗല്യസൂത്രത്തിനാൽ അലങ്കരിക്കപ്പെട്ട കഴുത്തോടുകൂടിയവളെ. ഇപ്പോൾ എന്താണ്, ഇപ്പോൾ ഫാഷൻ വന്നാൽ ആദ്യം അഴിച്ചു വയ്ക്കുന്നത് താലി ഇല്ലേ? പിന്നെ ആദ്യം അഴിച്ചു വയ്ക്കുന്നത് താലിയല്ല, ആദ്യം അഴിച്ചു വയ്ക്കുന്നത് നെറ്റിയിലെ സിന്ദൂരം, രണ്ടാമത് അഴിച്ചു വയ്ക്കുന്നത് താലി ഇല്ലേ? മൂന്നാമത് പിന്നെ അഴിച്ചു വയ്ക്കാനൊന്നും ഇല്ലാത്തത് കൊണ്ട് മൂന്നാമത് അവൻ്റെ പെട്ടിയും പ്രമാണവും ഒക്കെ കൂടെ എടുത്തങ്ങ് പുറത്തും വെച്ചു കൊടുക്കും ഇല്ലേ? നമ്മുടെ നാട്ടിലൊന്നും അല്ല, ആഫ്രിക്കയിലൊക്കെ പണ്ട് ഇല്ലേ? ഇതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ പറയും നമ്മൾ വളരെ പഴഞ്ചനാണെന്ന് പറയും ഇല്ലേ? നമ്മൾ പഴഞ്ചനാണ്, അയ്യോ നമ്മൾ 20-ാം നൂറ്റാണ്ടിൽ മനുസ്മൃതിയുടെ കാലത്ത് ജീവിക്കുക, അല്ലെ 20-ാം നൂറ്റാണ്ടെന്ന് പറഞ്ഞെങ്കിൽ നമുക്ക് സഹിക്കായിരുന്നു, നമ്മളൊക്കെ ആദിവാസികളാണെന്നൊക്കെ പറഞ്ഞു ഇല്ലേ? അങ്ങനെയും പറയാൻ പാടില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വളരെ വിശേഷപ്പെട്ട ഒരു ഗോത്രവംശ സംസ്കൃതിയുടെ വക്താക്കളാണ്. അവർക്കും പ്രത്യേക നമസ്കാരം ഇല്ലേ? നമസ്കാരം എന്ന് പറയുന്നത് ഹൃദയത്തിൽ നിന്നാണ്. കാരണം മണ്ണിനെ മണ്ണായി കണ്ട്, പ്രകൃതിയെ പ്രകൃതിയായി കണ്ട് ഇല്ലേ? സർവത്തിലും ഈശ്വരത്വം കണ്ട് അല്ലേ? അപ്പോൾ നമ്മുടെയൊക്കെ വിചാരം അവർ അങ്ങനെയുള്ള ഇതല്ല ഇല്ലേ? നമ്മൾ പരിഷ്കാരം എന്ന് പറഞ്ഞ് കാണിച്ചു കൂട്ടുന്നത് മുഴുവൻ പ്രപഞ്ചത്തിനെ നശിപ്പിക്കുന്നതാണ്. നമ്മൾ പരിഷ്കാരം എന്ന് പറഞ്ഞ് കാണിച്ചു കൂട്ടുന്നത് സർവ്വതും ഇല്ലേ? കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് കാണിച്ചു കൂട്ടലുകളാണ്, അതുകൊണ്ട് തന്നെയാണ് ഇല്ലേ? അപ്പോൾ അതുകൊണ്ട് അവരെയൊക്കെ മനസ്സുകൊണ്ട് ബഹുമാനിച്ചും നമസ്കരിച്ചും ഒക്കെ നമ്മൾ മുന്നിലോട്ട് പോകുമ്പോൾ കാമേശബദ്ധമാംഗല്യ സൂത്രശോഭിതഗന്ധരായേ നമ. കാമേശബദ്ധമാംഗല്യ, മഹാദേവനാൽ ബന്ധിക്കപ്പെട്ട മംഗല്യസൂത്രം എന്നുള്ള കഴുത്തോട് കൂടിയവളെ എന്ന് അവിടെ നമ്മൾ അർത്ഥം പറയണം. അത്രയും പറഞ്ഞ് 31-ാമത്തെ അപ്പോൾ ആ നാമം ജപിക്കുമ്പോൾ കാമേശബദ്ധമാംഗല്യ സൂത്രശോഭിതഗന്ധരായേ നമ. മംഗല്യസൂത്രമണിഞ്ഞ പാർവതീദേവിയുടെ തിരുരൂപത്തെ കാണാൻ നമുക്ക് പറ്റണം. മംഗല്യസൂത്രമണിഞ്ഞ പാർവതീദേവിയുടെ തിരുരൂപത്തെ കണ്ട് കാമേശബദ്ധമാംഗല്യ സൂത്രശോഭിതഗന്ധരായേ നമ, കാമേശബദ്ധമംഗല്യ സൂത്രശോഭിതഗന്ധരായേ നമ എന്ന് നമ്മളൊന്ന് അർച്ചന ചെയ്ത് നോക്കൂ ഇല്ലേ? ഒരു നാമം ധാരാളം മതി. 1008 തവണ ഒന്ന് അർച്ചന ചെയ്ത് നോക്കൂ. 1000 അല്ലെങ്കിൽ 1008 വേണം എന്നില്ല. 1000 തവണ ആയിക്കൂടെ എന്ന് കമൻറ്റ് കാണുന്നു. 1000 മതി. അർച്ചന ചെയ്ത് നോക്കൂ. ആ ഭാവം ഒന്ന് ഉറക്കട്ടെ, ആ ലളിത സഹസ്രനാമത്തിൻ്റെ ആ ദേവിയുടെ രൂപം ഒന്ന് ഉറക്കട്ടെ. ഇനി എവിടെയെങ്കിലും ലളിത സഹസ്രനാമം കേൾക്കുമ്പോൾ കാമേശബദ്ധമംഗല്യ സൂത്രശോഭിതഗന്ധരായേ നമ എന്ന് പറയുമ്പോൾ താലി അണിഞ്ഞ പാർവതീദേവിയുടെ പൊൻകഴുത്ത് നമുക്ക് കാണാൻ പറ്റണം. ആ കഴുത്ത് കാണാൻ പറ്റുമ്പോഴാണ് നമുക്ക് ആ ഭാഗ്യം നമുക്ക് കരഗതമാവുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ അതിന് ഒരു ഐശ്വര്യം ഉണ്ടാവും. കനകാംഗതകേയൂരകമനീയ ഭുജാന്യതായേ നമ. കനകാംഗതകേയൂരകമനീയ ഭുജാന്യതായേ നമ. എന്താണ് കനകം? കനകം സ്വർണം. കനകം മൂലം കാമിനി മൂലം കലഹം ബലവിധ മൂലകിൽ സുലഭം എന്ന് ആര് പറഞ്ഞു? ആര്? ഞാൻ പറയണ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, ഞാൻ പറയുന്നില്ല. ആര് പറഞ്ഞെന്ന് ഇങ്ങോട്ട് കമൻറ്റ് എഴുതുക. അമ്പട ഗേമാ. കനകാംഗത കനക അംഗതം തോൾവള കേയൂരം കൈവള കമനീയം മനോഹരം ഭുജാന്വിത, അന്വിതം ചേർക്കപ്പെട്ടത് ഭുജങ്ങളോടുകൂടിയവൾ. അപ്പോൾ കനകാംഗതം തോൾവള, ഇവിടെയൊക്കെ കല്യാണ പെൺകുട്ടികളൊക്കെ വെക്കുന്ന ഇവിടെ വാങ്ങി ഇല്ലേ? കനകാംഗത കേയൂരം കൈവള കമനീയ ഭുജാന്വിതായേ നമ. ഭുജം കൈ അന്വിതായേ നമ. മനോഹരങ്ങളായ തോൾവളകളും കൈവളങ്ങളും അണിഞ്ഞ കൈകളോടുകൂടിയവിടെ കനകാംഗത കേയൂര കമനീയ ഭുജാന്വിതായേ നമ. കനകാംഗത കേയൂര കമനീയ ഭുജാന്വിതായേ നമ. അപ്പോൾ ദേവിയുടെ ഈ നാമം ജപിക്കുമ്പോൾ 2 കൈകളും 96 വളകളില്ലേ? നമ്മൾ നവാഹങ്ങളിലൊക്കെ നമ്മൾ പറയാറ് 96 വളകൾ, 8 മോതിരം, കാതിൽ കമ്മല് ഒക്കെ അണിഞ്ഞ ഇല്ലേ?
തോൾവള ഒക്കെ അണിഞ്ഞ ആ ഭഗവതിയുടെ സർവാലങ്കാരമായ രൂപത്തെ കണ്ട് കനകാംഗതകേയൂര കമനീയ ഭുജാന്യുതായേ നമാം കനകാംഗതകേയൂര കമനീയ ഭുജാന്യുതായേ നമാ കനകാംഗതകേയൂര കമനീയ ഭുജാന്യുതായേ നമാം എന്ന് നമുക്ക് ജപിക്കാൻ പറ്റണം. സാറേ ഒരു കഥ പറഞ്ഞതാ സാറേന്ന്. ഇതാരേ ഇത്? കമന്റ് ബോക്സിൽ കനകാംഗതകേയൂര കമനീയ ഭുജാന്വിതായേ നമാം. ആരുടെ കഥ പറഞ്ഞു തരണം സാർ? ഇന്നലെ കുഞ്ചമൺ പോറ്റിയുടെ കഥ പറഞ്ഞു തുടങ്ങിയത്. ഇന്നലെ കുഞ്ചമൺ പോറ്റിയുടെ അല്ല, ഇന്നലെ മേക്കാട്ട് നമ്പൂരിയുടെയും മറ്റപ്പള്ളി ഭദ്രകാളി ഇല്ലേ? അതാ മറ്റപ്പള്ളി ഭദ്രകാളി നമ്പൂതിരിയുടെയൊക്കെ ആണല്ലോ പറഞ്ഞത് ഇല്ലേ? മറ്റപ്പള്ളി ഭദ്രകാളി ഇല്ലേ? ഭദ്രകാളി ഉപാസന കൊണ്ട് വളരെ പ്രശസ്തമായി. ഇന്നലെ എനിക്ക് തോന്നുന്നു ഇന്നലെ നമ്മൾ വൈക്കത്ത് ഈശ്വരന് 2 തന്ത്രം വന്ന കഥയാണ് പറഞ്ഞത് ഇല്ലേ? ആ ഇല്ലം അറിയപ്പെട്ടത് ഈ ഭദ്രകാളി ഉപാസന കൊണ്ട് തന്നെ ഭദ്രകാളി മറ്റപ്പള്ളി നമ്പൂരി എന്നാണ് അറിയപ്പെട്ടത്. ആ നമ്പൂരി അറിഞ്ഞത് തന്നെ. കുഞ്ചമൺ പോറ്റിയുടെ മമ്മൂട്ടിയുടെ ഒരു സിനിമ ഉണ്ടായിരുന്നല്ലോ. ആ സിനിമയുടെ പേരെന്തായിരുന്നു? അമ്മ ആ സിനിമയുടെ പേര്? ഞാൻ ഒരൊറ്റ മിനിറ്റ് അമ്മേ, ഞാൻ അതൊന്ന് ഓഫ് ചെയ്തിട്ട് വരട്ടെ. അതിങ്ങനെ കിടന്ന് ക്യോ എന്ന് കിടന്ന് വിളിക്കുന്നുണ്ട്. ഒരൊറ്റ മിനിറ്റ് അമ്മേ. കനകാംഗതകേയൂര കമനീയ ഭുജന്വിതായേ നമഃ രത്നഗ്രഹേ നമ്മൾ കുഞ്ചമൺ പോറ്റിയുടെ കഥ നമ്മൾ പറയുമ്പോൾ നമ്മുടെ ഭദ്രകാളി മറ്റപ്പള്ളി നമ്പൂതിരിപ്പാട് ഈ കഥ ഇന്നലെ വൈക്കത്തപ്പനെ എന്തുകൊണ്ട് 2 തന്ത്രം എന്നുള്ള ചോദ്യം, അല്ലെങ്കിൽ ആ ചോദ്യത്തിനുള്ള ഉത്തരം ഇന്നലെ നമ്മൾ ലളിത സഹസ്രനാമ പാഠത്തോടു കൂടി നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പോൾ അവിടെ വൈക്കത്ത് ഇങ്ങനെ 2 തന്ത്രവുമായിട്ട് കൂടുന്ന സമയത്ത് വൈക്കത്ത് ക്ഷേത്രത്തിൽ നമ്മുടെ മറ്റപ്പള്ളി നമ്പൂതിരിപ്പാട് ഭദ്രകാളി ഉപാസകനായ മറ്റപ്പള്ളി നമ്പൂതിരിപ്പാട് വൈക്കത്ത് ക്ഷേത്രത്തിൽ തന്ത്രിയായി താമസിച്ചിരുന്ന കാലത്ത് ഒരു ദിവസം ഒരു കൊടുമയും കണ്ടാലൊരു ആചാര ബാഹുത്വവും ഒക്കെ ഉള്ള ഒരു പോറ്റി വരികയാണ്. ആ പോറ്റിയുടെ പേരാണ് കുഞ്ചമൺ പോറ്റി. ആ പോറ്റിയുടെ പേരെന്താ? കുഞ്ചമൺ പോറ്റി വന്നു. അവിടെ വന്ന് വൈക്കത്ത് ഊണ് കഴിച്ചുകൊണ്ട് നമ്പൂരിപ്പാട് പോറ്റിയും കൂടി ഓരോരോ തമാശകൾ പറഞ്ഞിരിപ്പായി ഇല്ലേ? നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഡിപ്പാർട്ട്മെന്റിലെ കാര്യങ്ങൾ പറയുന്നത് പോലെ ഇവർ എന്ത് ചെയ്തു? ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും തമാശകൾ പറഞ്ഞിരിപ്പായി. അപ്പോൾ കുഞ്ചമൺ പോറ്റി ചോദിച്ചു, എങ്ങനെയുണ്ട് ഉപാസനയൊക്കെ? അപ്പോൾ മറ്റപ്പള്ളി പറഞ്ഞു, ഭദ്രകാളി ഉപാസന ഉണ്ടോ? ഉപാസനയൊക്കെ കേമാണ്, ഒക്കെ കേമായിട്ട് നടക്കണോ? അവിടെ എങ്ങനെയുണ്ട് ഉപാസനയൊക്കെ എന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവെട്ടമായി ഇല്ലേ? അങ്ങനെയൊക്കെ പ്രസംഗവശാൽ നമ്മുടെ കുഞ്ചമൺ പോറ്റി പറഞ്ഞു, ഒരു മൂർത്തിയെ സേവിക്കുകയാണെങ്കിൽ എന്ന് കുഞ്ചമൺ പോറ്റി പറഞ്ഞു നിർത്തിയെടുത്ത് ആര് പറഞ്ഞു? നമ്മുടെ ഭദ്രകാളി പോറ്റി ഇല്ലേ? ഭദ്രകാളി പോറ്റി എന്ന് പറയുന്നത് മറ്റപ്പള്ളി നമ്പൂരിയാണ്. നമുക്ക് കുറച്ചുകൂടെ എളുപ്പത്തിൽ ഭദ്രകാളി പോറ്റി എന്ന് ഞാൻ പറയുന്നേ ഉള്ളൂ, ഉപാസകനായതുകൊണ്ട് ഇല്ലേ? പോറ്റി എന്ന് പറഞ്ഞു, ഒരു മൂർത്തിയെ സേവിക്കുകയാണെങ്കിൽ ഭദ്രകാളിയെ തന്നെ സേവിക്കണം. ഭദ്രയെ പ്രസാദിപ്പിച്ചാൽ സാധിക്കാതെ യാതൊരു കാര്യവും ഇല്ല എന്ന് പറഞ്ഞു. ഒടുക്കം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വർത്തമാനമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വർത്തമാനത്തിലാണ് ഇങ്ങനെ ഒരു വന്നത്. അപ്പോഴേക്കും പോറ്റി പറഞ്ഞു, എന്നാൽ നമുക്ക് അതിപ്പോൾ തന്നെ ഒന്ന് പരീക്ഷിച്ച് കളയാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്പൂതിരിപ്പാടും പറഞ്ഞു. 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു ഇല്ലേ? കുഞ്ചമൺ പോറ്റിയും പറഞ്ഞു, നമ്പൂരിപ്പാടും പറഞ്ഞു. ഒരു മൂർത്തിയെ ഉപാസിച്ചാൽ അത് ഭദ്രയെ ഉപാസിക്കണമെന്ന് മറ്റപ്പള്ളി പറഞ്ഞു ഇല്ലേ? മറ്റപ്പള്ളി പറഞ്ഞു അത് ഉപാസിക്കുന്നുണ്ടെങ്കിൽ ഭദ്രയെ തന്നെ വേണം. കുഞ്ചമൺ പോറ്റി പറഞ്ഞു, ശരി നമുക്ക് നോക്കാം എന്താണെന്നുള്ളത് ഇല്ലേ എന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ അന്ന് നമ്പൂതിരിപ്പാടും പറഞ്ഞു. അവർ 2 പേരും കൂടി പോയി ക്ഷേത്ര മണ്ഡപത്തിൽ കയറിയിരുന്നു. അവിടെ ഇരുന്ന ഉടനെ പോറ്റി പറയുകയാണ്, കുഞ്ചമൺ പോറ്റി എന്ന് പറയുന്നത് കുഞ്ചമൺ പോറ്റി, നമ്മുടെ കുഞ്ചമൺ പറയുകയാണ്, ആരവിടെ മുറുക്കാൻ കൊണ്ടുവരട്ടെ
അപ്പോൾ മത്സരം നടക്കുന്നത് ആര് തമ്മിലാണ്? രണ്ടുപേര് ആര് തമ്മിലാണ്? നമ്മുടെ ഭദ്രകാളി നമ്പൂതിരിയും കുഞ്ചമൺ പോറ്റിയുമാണ് അല്ലേ? അപ്പോൾ ഇനി ഭദ്രകാളി നമ്പൂതിരി എന്നുള്ളതിന് നമ്പൂരി എന്നും കുഞ്ചമൺ പോറ്റിയെ നമുക്ക് കുഞ്ചു എന്നും പറയാം ഇല്ലേ? കാരണം എന്ന് പറഞ്ഞാൽ കഥ മനസ്സിലാവണമല്ലോ. അപ്പോൾ പറഞ്ഞു കൊണ്ടുവരട്ടെ, മുറുക്കാൻ കൊണ്ടുവരട്ടെ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഒരു കുട്ടിച്ചാത്തൻ ഭൃത്യന്റെ വേഷത്തിലെത്തി ആർക്ക്? നമ്മുടെ കുഞ്ചു പോറ്റിക്ക് മുറുക്കാൻ കൊണ്ട് കൊടുത്തു. എന്തുകൊണ്ട് കൊടുത്തു? മുറുക്കാൻ കൊണ്ട് കൊടുത്തു. അപ്പോഴേക്കും നമ്പൂരിപ്പാട് ആര്? നമ്മുടെ ഭദ്രകാളി നമ്പൂതിരിപ്പാട് പറഞ്ഞു അല്ലേ, കാളി എവിടെ? മുറുക്കാൻ കൊണ്ടുവരട്ടെ. എൻ്റെ പൊന്ന് തിരുമേനി, ഭദ്രകാളി ഉപാസകനൊക്കെയാണ്, ഭദ്രയെ കൊണ്ട് ഇങ്ങനെ മുറുക്കാൻ കൊണ്ടുവരിക്കാമോ ഇല്ലേ പറഞ്ഞു. അപ്പുറത്ത് കുഞ്ചുപോറ്റി പറഞ്ഞു, എന്തു പറഞ്ഞു? മുറുക്കാൻ കൊണ്ടുവരാൻ പറഞ്ഞപ്പോഴേക്കും കുട്ടിച്ചാത്താൻ മുറുക്കാൻ കൊണ്ടുവന്നു. ഭൃത്യന്റെ രൂപത്തിലാണ് പ്രത്യക്ഷപ്പെട്ടത്. മുറുക്കാൻ കൊണ്ടുകൊടുത്തു. മുറുക്കാനൊക്കെ നല്ല പദം വരുത്തി കയ്യിലേക്ക് കൊടുത്ത് നമസ്കരിച്ചു നിന്നു. സന്തോഷം. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഈ പ്രൗഢി കാണിക്കണമല്ലോ. ആരുടെ ഉപാസനയ്ക്കാണ് ബലവും അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കണമല്ലോ. അതാണല്ലോ മെയിൻ ലക്ഷ്യം, അല്ലാതെ വേറെ ഒരു ലക്ഷ്യവും ഇല്ലല്ലോ. അപ്പൊ ഇപ്പുറത്തേക്ക് നമ്മുടെ കുഞ്ചുപോറ്റിയുടെ ഊഴം കഴിഞ്ഞു. നമ്മുടെ ഭദ്രകാളി പോറ്റിയുടെ ഊഴമായി ഇല്ലേ. കാളി എവിടെ? മുറുക്കാൻ കൊണ്ടുവരട്ടെ. അതിസുന്ദരിയായ ദേവി, സർവാംഗ വിഭൂഷിതയായ സർവാംഗ സുന്ദരിയായ ദേവി എന്ത് കൊണ്ടുകൊടുത്തു? ദേവി മനുഷ്യ സ്ത്രീയുടെ വേഷത്തില് മുറുക്കാൻ കൊണ്ടുകൊടുത്തു. അപ്പോഴേക്കും നമ്മുടെ കുഞ്ചുപോറ്റി പറഞ്ഞു, ഈ മുറുക്കാൻ എങ്ങനെയാണ് ചവച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, താമ്പൂല് അർപ്പണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് എങ്ങനെയാണ് പുറത്തേക്ക് തുപ്പുക? കോളാമ്പി കൊണ്ടുവരട്ടെ എന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? നമ്മുടെ കുഞ്ചുപോറ്റി. അപ്പൊ കുഞ്ചുപോറ്റിയുടെ ഭൃത്യനായിട്ടുള്ള കുട്ടിച്ചാത്തൻ എന്ത് ചെയ്തു? ഒരു കോളാമ്പി കൊണ്ടുപോകും. ഇത് കേട്ടപ്പോഴേക്കും ഇപ്പുറത്ത് നമ്മുടെ ഭദ്രകാളി പോറ്റി ഇരിക്കുവാണല്ലോ, മറ്റപ്പള്ളി ഇരിക്കുവാണല്ലോ. ഭദ്രകാളി പോറ്റി ഇരിക്കുവാണ്. എവിടെ? സാക്ഷാൽ ഭദ്രയോടാണ് പറയുന്നത് ഇല്ലേ, തുപ്പൽ കോളാമ്പി കൊണ്ടുവരാൻ. ഭദ്രയോടാണ് പറയുന്നത്. ആരെവിടെ? ഇങ്ങോട്ട് കൊണ്ടുവരിക, തുപ്പൽ കോളാമ്പി ഇങ്ങോട്ട് കൊണ്ടുവരിക. സർവാംഗ സുന്ദരിയായ ദേവി തുപ്പൽ കോളാമ്പിയായിട്ട്. അയ്യോ, ചിന്തിക്കാൻ വയ്യ, എനിക്ക് ആ ഭാഗം പറയാൻ വയ്യ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാക്ഷാൽ രാജരാജേശ്വരി മഹാമായ മായപ്പെടുത്തുന്നതാണോ? ആരാണെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യമുണ്ട്? മറ്റപ്പള്ളി നമ്പൂരിയാണെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഭദ്രകാളി ഉപാസനാണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇങ്ങനെ ഭഗവതിയെ കൊണ്ട് ജയിക്കുക എന്ന് പറയുന്നത്, സത്യം പറഞ്ഞാൽ ആ ഭാഗം ഞാൻ പറയുന്നില്ല ഇല്ലേ, പറ്റില്ല കേട്ടോ, മനസ്സിന് തീരെ പറ്റില്ല. കാരണം അമ്മയെ അങ്ങനെ ഒരു രൂപത്തിൽ നമുക്ക് സങ്കല്പിക്കാൻ പറ്റില്ല. നമ്മുടെ അമ്മയാണെങ്കിൽ നമ്മൾ ജയിക്കുമോ? ഇല്ലല്ലോ. അങ്ങനെ എന്താണെങ്കിലും ഭദ്രകാളി ഉപാസകനായ മറ്റപ്പള്ളി ആവശ്യപ്പെട്ടതനുസരിച്ച് ദേവി കൊണ്ടുകൊടുത്തിട്ട് അപ്രത്യക്ഷമാവുകയും ചെയ്തു ഇല്ലേ. ദേവി അപ്രത്യക്ഷമായി. ഉടനെ തന്നെ നമ്മുടെ കുഞ്ചമൺ പോറ്റി പറഞ്ഞു ഇല്ലേ, തിരുമേനി കേമമായിരിക്കണോ, കേമമായിരിക്കണോ, അവിടുന്ന് തന്നെ ജയിച്ചിരിക്കണോ, ഞാൻ മടങ്ങി പോകുന്നു, ഇത്രയും ഞാൻ വിചാരിച്ചില്ല എന്ന് പറഞ്ഞ് യാത്രയും പറഞ്ഞു പോയി. ഉടനെ തന്നെ ഭദ്ര ദേവി നമ്പൂരിപ്പാട്ടിൻ്റെ അടുക്കൽ ചെന്ന് ആവിർഭവിച്ചിട്ട് പറഞ്ഞു, ഇപ്രകാരമുള്ള പ്രവൃത്തി എന്നെ കൊണ്ട് ചെയ്യിക്കാമെന്ന് നിരീച്ച നിന്നെ എന്താണ് പറയേണ്ടത് ഇല്ലേ, അതൊട്ടും ശരിയായില്ല എന്ന് ദേവി പറയുകയാണ്. ഇനി ഈ വകയൊക്കെ എനിക്ക് പ്രയാസമാണ്, അതിനാൽ അവിടുന്ന് ഇനി എന്നെ കാണുകയില്ല. ഇതുപോലെയാണ് നമുക്ക് ഈ ഇപ്പോൾ വിഭൂതികൾ നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ, ചില യജ്ഞങ്ങൾ നമ്മൾ നടക്കുമ്പോൾ യജ്ഞങ്ങളുടെ വിഭൂതികൾ ഇങ്ങനെ സംഭവിക്കുമ്പോൾ നമ്മളിങ്ങനെ മനസ്സിലിങ്ങനെ പ്രാർത്ഥിക്കും, ഭഗവതി മഹാമായയെ പരമേശ്വരി, ഇത് നടത്തുന്നവർക്ക് മായ ബാധിക്കല്ലേ, ഇത് കണ്ടിരിക്കുന്നവർക്ക് മായ ബാധിക്കരുത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മായ വന്നു കഴിഞ്ഞാൽ പിന്നെ മായ വിഭൂതിയെ മറയ്ക്കും ഇല്ലേ. അപ്പം അവിടം നമ്മൾ അതിജീവിക്കുമ്പോഴാണ് അതിൻ്റെ സ്പിരിച്വാലിറ്റി ഇല്ലേ. എപ്പോഴും നമ്മൾ സ്പിരിച്വാലിറ്റിയുടെ ഒരു പ്ലസ് എന്ന് പറയുന്നത് ഈ വിഭൂതികളെ സൃഷ്ടികർത്താവ് അപ്പുറത്തിരിപ്പുണ്ട്, ആ പരാശക്തിയെ കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ഇല്ലേ. 99% കേസുകളിലും എന്തോ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭഗവത് വിഭൂതികൾ കണ്ടു തുടങ്ങുമ്പോൾ മനസ്സ് വിഭൂതികളുടെ പിറകെ പോകും. മായ പിടിച്ച് കെട്ടി ദിം തരികിട തോന്നും ഇല്ലേ. പിന്നെ ഈ ആരോ പറഞ്ഞതുപോലെ ചെയ്തതിൻ്റെയും കണ്ടതിൻ്റെയും ഒക്കെ പുണ്യത്തിൻ്റെ ഫലം പൂർണ്ണമായിട്ട് നമുക്ക് അനുഭവിക്കാൻ പറ്റുമോ എന്നുള്ള വലിയൊരു ചോദ്യമുണ്ട്. ഇവിടെയും അത് തന്നെ സംഭവിച്ചു. അതുകൊണ്ടാണല്ലോ ഈ ഭദ്രകാളി ഉപാസകനായ മറ്റപ്പള്ളി നമ്പൂരിക്ക് എന്ത് തോന്നിയത്? ഭദ്രകാളി ദേവിയെ കൊണ്ടുവന്ന് ഈ കണ്ട പ്രവൃത്തി ചെയ്യിക്കാമെന്ന് തോന്നിയത്. അയ്യോ, എന്തൊരു കഷ്ടമാണ് അല്ലേ. ദേവി പറഞ്ഞു, ഇനി ഞാൻ എൻ്റെ അടുത്ത് നിൽക്കുന്നില്ല, ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞു ഇല്ലേ.
എങ്കിലും നീ ആഗ്രഹിക്കുന്ന പ്രകാരത്തിൽ നിന്റെ ആവശ്യങ്ങളൊക്കെ ഞാൻ സാധിപ്പിച്ചു തരാമെന്ന് പറഞ്ഞു. അന്ന് മുതൽ ഭദ്രകാളി മറ്റപ്പള്ളി നമ്പൂതിരിപ്പാട്ടിന് അപ്രത്യക്ഷയായി ഭവിക്കുകയും ചെയ്തു. പിന്നെ മറ്റപ്പള്ളി നമ്പൂതിരി, ഭദ്രകാളി ഉപാസകനായിരുന്ന മറ്റപ്പള്ളി നമ്പൂതിരി ഭദ്രകാളിയെ കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കാനുള്ളൊരു കാര്യം, ആധ്യാത്മിക സാധനയിൽ നമുക്ക് നാമം ജപിക്കുന്ന ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള കൃപ ഭഗവതി ചൊരിയാറുണ്ട്. ആ കൃപ അതാണ് പരമമെന്ന് നമ്മൾ വിചാരിച്ച് നമ്മൾ അതിനകത്ത് പെട്ടാൽ നമ്മൾ പെട്ടു. അതിനെ അതിജീവിക്കലാണ് നമുക്ക് പരമമായിട്ട് കരണീയമായിട്ടുള്ളത്. അപ്പോൾ സന്തോഷത്തോടുകൂടി ഭ്രമത്തോടുകൂടി നാമം ജപിച്ചിരിക്കുമ്പോഴേക്കും സർവ്വഭാഗ്യങ്ങളും ഭഗവാനും ഭഗവതിയും തരട്ടെ എന്ന് പ്രാർത്ഥിച്ച് കുഞ്ചുമൺ പോറ്റിയുടെ കഥ, ഓരോ കഥയും ഇന്നലെ നമ്മൾ പറഞ്ഞത് 2 ഇതാണ്. മേക്കാട്ട് നമ്പൂതിരിയുടെയും മറ്റപ്പള്ളി നമ്പൂതിരിയുടെയും ഭദ്രകാളി നമ്പൂതിരിക്കും എങ്ങനെയാണ് വൈക്കം ക്ഷേത്രത്തിൽ ഈ തന്ത്രം പകുത്ത് കിട്ടിയത് എന്നുള്ള കഥയാണ്. കൂടെ ലളിത സഹസ്രനാമവും. ഇന്ന് ലളിത സഹസ്രനാമം 7ാമത്തെ ക്ലാസ്സാണ് തോന്നുന്നു, ഇല്ലേ? 7ാമത്തെ ക്ലാസ്സാണ്. കൂടെ ഈ കഥകളും കൂടി അറിഞ്ഞിരിക്കുമ്പോഴേക്കും ഓം സിന്ദൂരാരുണ വിഗ്രഹാം ത്രിനയനാം മാണിക്യമൗലി സ്ഫുരത്താരാനായക ശേഖരാം സ്മിതമുഖീം അഭിനവക്ഷൂരുഹാം പാണിഭ്യാമളിപൂർണ്ണ രത്നചഷകം രത്നോൽപലം ബിഭ്രതിം സൗമ്യാം രത്ന ഖടസ്ഥരക്തചരണാം ധ്യായേത് പരമംബികാം അരുണാകരുണാതരംഗിതാക്ഷിം ധൃതപാശാങ്കുശപുഷ്പബാണചാപാം മണിമാദിഭിരവൃതാം മയൂഖൈ രഹമിത്യേവ വിഭാവയേ ഭവാനിം ധ്യായേത് തത്താസനസ്താം വികസിതവദനാം പത്മപത്രായതാക്ഷിം ഹേമാഭാം പീതവസ്ത്രാം കരകലിതലസദ്ധേമപത്മാം വരാംഗിം സർവാലങ്കാരയുക്താം സതതമഭേദാം ഭക്തനമ്രാം ഭവാനിം ശ്രീവിദ്യാം ശാന്തമൂർത്തിം സകലസുരനുതാം സർവസമ്പത്പ്രദാത്രിം സകുങ്കുമവിലേപനമാമളിക ചുംബിക കസ്തൂരികാം സമന്തഹസ്ദക്ഷണാൽ സചരപാജാപവശാങ്കുശാം അശേഷജനമോഹിനീമരുണമാല്യഭൂഷാംബരാം ജപാകുസുമഭാസുരോ ജപവിധൗ സ്മരേദംബികാം ലം പൃഥ്വാത്മികായേ ഗന്ധം സമർപ്പയാമി ഹം ആകാശാത്മികായേ പുഷ്പൈ പൂജയാമി യം വായാത്മികായേ ധൂപ്രമാഘ്രാപയാമി രം അഗ്ന്യാത്മികായേ ദീപം ദർശയാമി വം അമൃതാത്മികായേ അമൃതമഹാനിവേദ്യം നിവേദയാമി സം സർവാത്മികായേ സർവോപചാര പൂജാം സമർപ്പയാമി. ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി ശ്രീമത് സിംഹാസനേശ്വരി ചിദഗ്നികുണ്ഡ സംഭൂത ദേവകാര്യ സമുദ്യുത ഉദ്യുദ്ഭാനുസഹസ്രാഭ ചതുർബാഹുസമന്വിത രാഗസ്വരൂപ പാശാഢ്യ ക്രോധാകാരാങ്കുശോജ്വല മനോരൂപേഷു കോദണ്ഡ പഞ്ചതന്മാത്ര സായക നിജാരുണ പ്രഭാപൂരമജ്ജത് ബ്രഹ്മാണ്ഡമണ്ഡല ചമ്പകാശോക പുന്നാക സൗഗന്ധികല സത്കജാ ഗുരുവിന്ദമണി ശ്രേണി കനത് കോടീരമണ്ഡിത അഷ്ടമി ചന്ദ്രവിഭ്രജാദളികസ്ഥല ശോഭിത മുഖചന്ദ്രകളങ്കാഭമൃഗനാഭിവിശേഷകവദന സ്മരമാംഗല്യ ഗൃഹതോരണ ചില്ലിക വക്ത്രലക്ഷ്മി പരിവാഹ ചലന്മി നാഭലോചന നവചമ്പക പുഷ്പാഭ നാസാദണ്ഡ വിരാജിത താരാകാന്തി തിരസ്കാരി നാസാഭരണഭാസുര കദംബ മഞ്ജരി ക്ലിപ്ത കർണപൂര മനോഹര താടങ്കയുഗളിഭൂത തപനോടുപമണ്ഡല പത്മരാഗശിലാദർശ പരിഭാവികപോലഭൂ നവവിദ്രുപബിംബശ്രീണ്യഞ്ഞക്കാരി രതനച്ഛത ശുദ്ധ വിദ്യാങ്കുരാങ്കാര ദ്വിജപങ്ക്തിതയോജ്വല കർപ്പൂര വീടികാമോദ സമാകർഷാദിഗന്ധര നിജസല്ലാപ മാധുര്യ വിനിർഭച്ഛിത കച്ഛപി മന്ദസ്മിത പ്രഭാപൂരമജ്ജത് മഹാകാമേശ മനസ അനാകലിത സാദൃശ ചിബുക ശ്രീ വിരാജിത കാമേശബദ്ധ മാംഗല്യ സൂത്ര ശോഭിത ഗന്ധരാം കനകാംഗത കേയൂര കമനീയ ഭുജാന്വിത രത്നഗ്രൈവേയ ചിന്താകലോല മുക്ത ഫലാന്വിത കാമേശ്വര പ്രേമ രത്നമണി പ്രതിവണ स्तनीनाभ्यालवालरोमालीलता फलकुजद्वहीरक्षरोमलताधरतां समुन्नेय मध्यमास्तनभारदलन्मध्यपट्टबन्धवलित्रया अरुणारुणकौसुम्ब वस्त्रभास्वत्कटीतटी रत्नकिङ्गिणी कार्यं निरशनादामभूषिता कामेशज्ञातसौभाग्यां मार्दवोरुद्वयान्विता माणिक्यमकुडाकारा जानद्वय विराजिता इन्द्रगोपपरिषिप्ता स्मरतुना भजङ्गिका गूढगुल्भा कूर्मवृष्णा जिष्णुप्रपदान्विता नखदीति संजनतमञ्जनतमो गुणां पदद्वय प्रभाजाला पराकृत सरोरुहाशिज्ञानमणिमञ्जीरा मण्डित श्रीपदाम्बुजां मराळी मन्दगमना महालावण्यशेवती सर्वारुणानवद्याङ्गी सर्वाभरणभूषिता शिवा कामेश्वरङ्गस्थ शिवस्वाधीनवल्लभा सुमेरुमध्यशृङ्गस्थ श्रीमन्नगरनायिका चिन्तामणिगृहन्धस्था पञ्चब्रह्मासनस्थिता महापद्मानवीं संस्था कदम्बवनवासिनी सुधा सागर मध्यस्थ कामाक्षी कामदायिनी देवर्षिगणसङ्घातस्तूयमानत्मवैभवा
ഭണ്ഡാസുരവധോദ്യുക്ത ശക്തിസേന സമന്വിത സമ്പത്കരി സമാരൂഢ സിന്ധുര പ്രജസേവിത അശ്വാരൂഢാധിഷ്ഠിതാശ്വകോടി കോടിഭിരാവൃതാഗേയ ചക്രരഥാരൂഢ സർവായുധ പരിഷ്കൃത കിരീചക്രീരധാരൂഢാം ദണ്ഡനാഥ പുരസ്കൃത ജ്വാലാ മാലികാം ക്ഷിപ്തവഗ്നിപ്രാകാര മധ്യഗാം ഭണ്ഡസൈന്യവധോദ്യുക്ത ശക്തി വിക്രമഹർഷിത നിത്യപരാക്രമോടവോ നിരീക്ഷണ സമുത്സക ഭണ്ഡപുത്രവധോദ്യുക്ത ബാല വിക്രമനന്ദിത ത്വന്ത്രണ്യംബ വിരജിത വിശങ്കവത ദോഷിത വിശുക്ര പ്രാണഹരണവരാഹി വീര്യനന്ദിത കാമേശ്വര മുഖാലോക കൽപ്പിത ശ്രീ ഗണേശ്വര മഹാഗണേശ നിർഭിന്ന വിഘ്നേന്ദ്ര പ്രഹർഷിത ഭണ്ഡാസുരേന്ദ്ര നിർമുക്ത ശസ്ത്ര പ്രതിഷ്ഠവർഷിണി കരാങ്കുലി നഗോൽപന്ന നാരായണ ദശാകൃതി മഹാപാശുപതാസ്ത്രാഗ്നി സർദാസുരശൂന്യക കാമേശ്വരാസ്ത്ര നിർദഗ്ധ സഭണ്ഡാസുരശൂന്യക ബ്രഹ്മോപേന്ദ്ര മഹേന്ദ്രാദിദേവ സംസ്തുത വൈഭവ ഹരനേത്രാഗ്നി സംതക്ത കാമ സഞ്ജീവന ഔഷധി ശ്രീമദ്വംഭവ കൂടൈക സ്വരൂപ മുഖപങ്കജ കഠാന്ത കുടിവര്യന്ത മധ്യകൂട സ്വരൂപിണി ശക്തി കൂടൈക താപന്ന കഡ്യതോ ഭോഗധാരിണി മൂലമന്ത്രാത്മിക മൂലകൂടത്രയകളേപരാകുളാമൃതൈരസിക കുലസങ്കേത പാലിനി കുലാംഗന കുലാന്തസ്ഥ കൗലിനി കുലയോഗിനി കുലാസമയാന്തസ്ഥ സമയാചാര തത്പര മൂലാധാരേക നിലയ ബ്രഹ്മഗ്രന്ഥി വിഭേദിനി മണിപൂരാന്തരുദിത വിഷ്ണുഗ്രന്ഥി വിഭേദിനി ആജ്ഞാചക്രാന്തരാളസ്ഥ രുദ്രഗ്രന്ഥി വിഭേദിനി സഹസ്രാരാം ഭുജാരൂഢ സുധാസാരാഭിവർഷിണി തടല്ലതാ സമരുചക്രോപരി സംസ്ഥിത മഹാശക്തി കുണ്ടലിനി വിസുതന്തുതനീയസി ഭവാനി ഭാവഗ്നാഗമ്യാം ഭവാരണ്യ കുഠാരിക ഭദ്രപ്രിയ ഭദ്രമൂർത്തി ഭക്ത സൗഭാഗ്യദായിനി ഭക്തിപ്രിയ ഭക്തിഗമ്യ ഭക്തിവശ്യ ഭയാവഹ ശാംഭവി ശാരദാരാധ്യ ശർവാടി ശർമ്മദായിനി ശാങ്കരി ശ്രീകരി സാധ്വി ശരചന്ദ്ര നിഭാനന ശാദോദരി ശാന്തിമതി നിരാധാര നിരഞ്ജന നിർലേപ നിർമ്മല നിത്യ നിരാകാര നിരാകുല നിർഗുണ നിഷ്കള ശാന്ത നിഷ്കാമ നിരുപ്ലവ നിത്യബുദ്ധ നിർവികാര നിഷ്പ്രപഞ്ച നിരാശ്രയ നിത്യശുദ്ധ നിത്യബുദ്ധ നിരവധ്യ നിരന്തര നിഷ്കാരണ നിഷ്കളങ്ക നിരുപാധിർ നിരീശ്വര നിരാകാരാഗമധനി നിർമ്മദാ മദനാശിനി നിശ്ചിന്ത നിരഹങ്കാര നിർമോഹാമോഹനാശിനി നിർമ്മമാ മമദാഹന്ത്രി നിഷ്പാപ പാപനാശിനി നിഷ്ക്രോധ ക്രോധശമനി നിർലോഭ ലോഭനാശിനി നിസംശയ സംശയഗ്നി നിർഭവാ ഭവനാശിനി നിർവികൽപ നിരാബാധ നിർഭേദ ഭേദനാശിനി നിർനിശ മൃത്യുന്മഥനി നിഷ്ക്രിയ നിഷ്പരിഗ്രഹ നിസ്തുല നിരചുകുര നിരാപായ നിരത്തിയ ദുർലഭ ദുർഗമ ദുർഗാ ദുഃഖാന്ത്രിസുഖപ്രദ ദുഷ്ടദുരദുരാചാര ശമനി ദോഷവർജിത സർവജ്ഞ സാന്ദ്രകരുണ സമാനാധികവർജിത സർവശക്തിമയി സർവമംഗള സദ്ഗതിപ്രദ സർവേശ്വരി സർവമയി സർവമന്ത്രസ്വരൂപിണി സർവയന്ത്രാത്മിക സർവതന്ത്രസ്വരൂപ മനോന്മണി മഹേഷി മഹാദേവി മഹാലക്ഷ്മി മൃഡപ്രിയ മഹാരൂപ മഹാഭുജ മഹാപാതകനാശിനി മഹാമായ മഹാസത്വ മഹാശക്തിർ മഹാരഥി മഹാഭോഗ മഹൈശ്വര്യ മഹാവീര്യ മഹാബലോ മഹാബുദ്ധർ മഹാസിദ്ധർ മഹായോഗീശ്വരി മഹാതന്ത്ര മഹാമന്ത്ര മഹായന്ത്ര മഹാസന മഹായാഗക്രമാരാധ്യ മഹാഭൈരവ പൂജിത മഹേശ്വര മഹാകൽപ മഹാതാണ്ഡവ സാക്ഷിണി മഹേശ മഹിഷി മഹാത്രിപുരസുന്ദരി ചതുഷ്ഷ്ടിപചരാരഠ്യ ചതുഷ്ഷ്ടി കലാമയി മഹാചതുഷ്ഷ്ടി കോടി യോഗിനി ഗണസേവിത മനുവിദ്യാ ചന്ദ്രവിദ്യാ ചന്ദ്രമണ്ഡല മധ്യകാചാരുരൂപാചാരുഹാസാചാരു ചന്ദ്രകലാധരാചരാചര ജഗന്നാഥ ചക്രരാജ നികേതന പാർവതി പത്മനയന പത്മരാഗ സമപ്രഭ പഞ്ചപ്രേതാസനസ്സീന പഞ്ചബ്രഹ്മസ്വരൂപിണി ചിന്മയീ പരമാനന്ദ വിജ്ഞാന ഘനരൂപിണി ധ്യാന ധ്യാതൃധ്യേയ രൂപ ധർമ്മ ധർമ്മ വിവർജിത വിശ്വരൂപ ജാഗരിണി സുബന്ധി തൈജസ്സാത്മിക സുപ്ത പ്രജ്ഞാത്മിക തുര്യ സർവാവസ്ഥ വിവർജിത സൃഷ്ടികർत्री ബ്രഹ്മരൂപ ഗോപത്രി ഗോവിന്ദരൂപിണി സംഹാരിണി രുദ്രരൂപ തിരോധാനകരീശ്വരി സദാശിവ അനുഗ്രഹത പഞ്ചകൃത്യപരായണ ഭാനുമണ്ഡല മധ്യസ്ഥ ഭൈരവി ഭഗവാനിനി പത്മാസന ഭഗവതി പത്മനാഭ സഹോദരി ഉന്മേഷ നിമിഷോത്പന്ന വിഭന്ന ഭുവനാവലി സഹസ്രശീർഷവദന സഹസ്രാക്ഷി സഹസ്രപാദ ബ്രഹ്മകീടജനനി വർണ്ണാശ്രമ വിദായിനി നിജ്ഞാന രൂപ നിഗമ പുണ്യ പുണ്യ ഫലപ്രദ ശ്രുതി സീമന്ത സിന്ദൂരീകൃത പാദബ്ജതൂലിക സകല ആഗമ സന്തോഹ ശുക്തി സമ്പുട മുക്തിക പുരുഷാർത്ഥപ്രദ പൂർണ്ണ ഭോഗിനി ഭുവനേശ്വരി അംബിക അനാദിനിധന ഹരിബ്രഹ്മേന്ദ്ര സവിത നാരായണീ നാദരൂപ നാമരൂപ വിവർജിത ഹ്രീങ്കരി ഹ്രീമതി ഹൃദ്യ ഹേയോ പാദേയ വർജിത രാജരാജാർച്ചിത രാജ്ഞി രമ്യ രാജീവലോചന രഞ്ജിനി രമണീരസ്യാരണത്കിങ്കിണി മേഖല രമ രാഗേന്ദുവദന രതിരൂപ രതിപ്രിയ രക്ഷാകരി രാക്ഷസഗ്നി രാമ രമണലംബടാകാമ്യ കാമകലാരൂപ കദംബ കുസുമപ്രിയ കല്യാണി ജഗതി ഗന്ധാം കരുണാരസസാഗര കലാവതി കലാലാവ കാന്ത കാദംബരി പ്രിയ വരദ വാമനയന വാരുണി മത വിഹുല വിശ്വാധിക വേദവേദ്യ വിന്ധ്യാചല നിവാസിനി വിധാത്രി വേദജന്യ വിഷ്ണുമായ വിലാസിനി ക്ഷത്രരൂപ ക്ഷേത്രേശി ക്ഷേത്രജ്ഞ പാരിണി ക്ഷേവൃതി വിനുർമുക്ത ക്ഷത്രപാല സമർച്ചിത വിജയ വിമല വന്ധ്യ വന്ദ രജന വത്സല വാഗ്വാദിനി വാമകേശി ഭഗ്നിമണ്ഡലവാസിനി ഭക്തിമത്കൽപലതിക വശുവാശ വിമോചിനി സംഹൃത ശേഷഭാഷണ്ഡ സദാചാര പ്രവർത്തിക താപത്രയാഗ്നി സംതപ്ത സമാഹ്ലാദന ചന്ദ്രിക തരുണീ താപസാരഥ്യ തനുമധ്യതമോപഹ ചിതിപത്സരക്ഷാർദ്ധാചിതേകര സ്വരൂപിണി സ്വാത്മാനന്ദ വിഭൂത ബ്രഹ്മാനന്ദ സന്തതി പരാ പ്രത്യക്ഷിതി രൂപ പശ്യന്തി പരദേവതാ മധ്യമാ വൈഖരി രൂപ ഭക്തമാനസഹംസികാം
കാമേശ്വര പ്രാണനാടി കൃതജ്ഞ കാമപൂജിത ശൃംഗാര സമ്പൂർണ്ണ ജയ ജാലന്തര സ്ഥിത ഉദ്യാന പീഡനിലയ ബിന്ദുമണ്ഡലവാസിനി രഹയോഗ ക്രമാരാധ്യ രഹസ്തർപ്പണ തർപ്പിതാം സത്യപ്രസാദിനി വിശ്വസാക്ഷിണി സാക്ഷ്യവർജിത ഷഡംഗദേവതായുക്ത ഷഡ്ഗുണ്യ പരിപൂരിത നിത്യക്ലിന്ന നിരുപമ നിർവാണ സുഖദായിനി നിത്യഷോടാശിക രൂപ ശ്രീകണ്ഠാർത്ഥ ശരീരിണി പ്രഭാവതി പ്രഭാരൂപ പ്രസിദ്ധ പരമേശ്വരി മൂല പ്രകൃതിര വ്യക്ത വ്യക്ത സ്വരൂപിണി വ്യാപിനി വിവിധാകാര വിദ്യാവിദ്യ സ്വരൂപിണി മഹാകാമേശ നയന കുമുദാഹ്ലാദ കൗമുദി ഭക്തഹാർദ തമോ ഭേദവത് ഭാനുസദ്ദീം ശിവദൂതി ശിവാരാധ്യ ശിവമൂർത്തി ശിവങ്കരി ശിവപ്രിയ ശിവപരാശേഷ് शिष्टेष्टा शिष्टपूजिता अप्रमेय सुप्रकाश मनोवाचामगोचर चिशक्ति छेदरारूप जडशक्तिर्जडात्मिका गायत्री व्याहृति संध्या द्विजवृंद निषेविता तत्वासना तत्वमयी पंचकोशांतरस्थिता निसीम महिमा नित्य यौवन मदशालिनी मदघूर्णित रक्ताक्षी मदपाडल गंडभूचंद्रद्रविद्धांगी चांबे कुसुमप्रिय कुशला कोमलाकार गुरुकुल्ल कुलेश्वरी कुलकुंडाय कौलमार्ग तत्पर सेविता कुडमार गणनाथां दुष्टिं पुष्टिं मदिं त्रदिं शांति स्वस्ति मदी कांतिर्नंदिनी विघ्नानंदिनी तेजोवदी त्रिनयना लोलाक्षी कामरूपिणी मालिनी हंसिनी मादा मलयाचल निवासिनी सुमुखी नलिनी सुभ्रुशोभना सुरनायिका कालगंडिका दिवदी क्षोभनी सूक्ष्मरूपिणी वज्रेश्वरी वामदेवी व्यवस्थवर्जिता सिद्धेश्वरी सिद्धविद्या सिद्धमाता यशस्विनी विशुद्धि चक्र निलया रक्तवर्ण त्रिलोचना खड्वातांगी प्रकरण वदनैक समन्विता पायस्सान्न प्रियां त्वक्स्तपश्लोक भयंकरी अमृतादि महाशक्ति संप्रदान अग्नीश्वरी अनहाताब्ज निलया श्यामा भवदनत्रयद्रंष्ट्रोज्ज्वला अष्टमालाधरा रुद्र संस्थिता कालीरात्रि आदिशक्ति योगवृता सिद्धौदन प्रिया महावीरेन्द्र वरदा रागिण्या स्वरूपिणी मणिपुराब्ज निलया वदनत्रय संयुता वज्रकायुधोपेदा डामर्यादिभिरावृता रक्तवर्ण मांसनष्ट गुडान्न प्रीतमानस समस्त भक्त सुदां रागिण्या स्वरूपिणी स्वादिष्टानाम्बु जगदां चतुर्वक्त्र मनोहर शूलाध्यायुध संपन्न पीतवर्णादिगर्भित मेधो निष्ठमत प्रीतवन्दिन्यादि समन्विता अध्यासनासक्त हृदयाकाग्निरूपधारिणी मूलाधारा वज्रवक्त्रास्ति संस्था अंकुशादि प्रकरण वरदादि निषेविता मुग्धौधन सक्तजिता सागिन्यां स्वरूपिणी आज्ञा चक्राब्ज निलया शुक्लवर्ण षडानना मज्जा संस्था हंसवती मुख्या शक्ति समन्विता हरिद्रासनेकरसिका अग्निरूपधारिणी सहस्रदल पद्मस्थ सर्ववर्णोपशोभिता सर्वायुधधरा शुक्ल संस्था सर्वतोमुखी सर्वोदन प्रीतजिता यागिन्यां स्वरूपिणी स्वाहा स्वधा मदर्मेधा स्मृति स्मृतमा पुण्यकृति पुण्यलभ्य पुण्यश्रवण कीर्तना पुलो मदार्चिता बंधमोजिनी बर्बराळगा विमर्शरूपिणी विद्या विहदाति जगत्प्रसो सर्वव्याधि प्रशमनी सर्वमृत्यु निवारिणी अग्रगण्य चंदिरूपकलविमर्शनाशिनी कार्त्यायनी कालहंद्री कमलाक्ष निषेविता तांबूलपूरितमुखी दाडिमी कुसुम प्रभा मृगाक्षी मोहिनी मुख्या मृडानी मित्ररूपिणी नित्यतृप्ता भक्त निकंद्र निग्रेश्वरी मैत्रादिवसनालभ्य महाप्रलय साक्षिणी पराशक्ति परानिष्ठ प्रज्ञान घनरूपिणी माध्युपनालसा मता मातृका वर्णरूपिणी महाकैलास निलया प्रणा महनीय दयामूर्ति महासाम्राज्यशालिनी आत्मविद्य महाविद्य श्री विद्या काम सेविता श्री षोडाक्षरी विद्या त्रिगुण काम गोडिका कटाक्ष किंगरी भूत कमला कोडि सेविता शिरस्थ चंद्रनी भवारस्तेन्द्र धनु प्रभा हृदय स्तार विप्रख्या त्रिकोणांतर दीपिका दाक्षायणी दैत्य हंद्रि दक्ष यज्ञ विनाशिनी धरोन्दालित दर्खाक्षि दरहा सोचुलन्मुखी गुरुमूर्ति गुण नंदर माता गोजन्म भूदेवेश दंड नीति आकाशरूपिणी प्रतिपन मुख्यराकांदि तिथि मंडल पूजिता कलात्मिक कला नाथा काव्यालाभ विनोदिनी सजामर रमावाणी सव्य दक्षिण सेविदादिशक्तियमे आत्म परम पावनाकृति अनेक कोटि ब्रह्मांड जन्य दिव्य विग्रह क्लिंगरिंग केवला गुह्य कैवल्य पददायिनी त्रिपुरा त्रिजगद्वंदा त्रिमूर्तिस्त्रदेश्वरी त्रक्षरी दिव्य गंधाढ्या सिंधूरतिलकांजितां सिंधूरतिलका उमा शैलेन्द्रतनया गौरी गंधर्व सेविता विश्वगर्भा स्वर्णगर्भा वरदा वागदीश्वरी धनकम्या परिच्छेद्य ज्ञानता ज्ञान विग्रह सर्ववेदांत संवेदा सत्यानंद स्वरूपिणी लोपमुद्रार्चिता लीलानंद ब्रह्मांड मंडला अदृश्य दृश्य रहित विज्ञात्री वेद्य वर्तिता योगिनी योगता योग्या योगानंद युगंधर इच्छा शक्ति ज्ञान शक्ति क्रिया शक्ति स्वरूपिणी सर्वाधार सुप्रतिष्ठ सहस्रद्रूपधारिणी अष्टमूर्ति रजा जैत्रलोक यात्र विधायिनी एकाग्नि ब्रह्मरूपधर द्वैत वर्जिता अन्नता वसुधा वृद्धा ब्रह्मात्मिक स्वरूपिणी बृहदी ब्रह्मणी ब्रह्मी ब्रह्मानंद प्रिय भाषा रूप प्रगत्सेन भाव वर्जिता सुगाराध्य शुभगरी शोभना सुलभागति राजराजेश्वरी राजदायिनी राज्य वल्लभा राजत्कृपा राजपीठ निवेश तनुजा सुधा राज्य लक्ष्मी कोशनादो चतुरंग बलेश्वरी साम्राज्यदायिनी सत्यसंधा सागर मेघला दीक्षिता दैत्यशवनी सर्वलोक वशंकरी सर्वदात्री सावित्री सच्चिदानंद रूपिणी देशकाल परिचिन्ना सर्वगा सर्वमोहिनी सरस्वती शास्त्रमयी गुहांबा गुह्य रूपिणी सर्वोपाधि विनिर्मुक्ता सदाशिव पतिव्रता साम्प्रदेश्वरी साधी गुरुमंडल रूपिणी कुलोदीर्णा भगाराध्य माया मधुमही मही गणांबा गुह्यकाराध्य कोमलांगी गुरुप्रिया स्वतंत्र सर्वतंत्रैषी दक्षिणामूर्ति रूपिणी सनकादि समाराध्य शिवज्ञान प्रदायिनी चित्कलानंद कलिका प्रेम रूप प्रियंगरी नाम परायण प्रेतानंदी विद्या नडेश्वरी विद्या जगदधिष्ठान मुक्तिदा मुक्ति रूपिणी लास्य प्रियालय गरी लज्जार भावि वंदिता भव सुधा वृष्टिपा परण्यदवनानला दौर्भाग्य दलवादुला ज्वारंदर विप्रभभाग्यन्द्रिका भक्त चितके गना गना रोग पर्वत दंबोळि मृत्युदा अरुकुटारिका महेश्वरी महाकाली महाग्रासमाशना पर्णा चंडिका चंडमुंड निशोदिनी क्षात्मिका सर्वलोकेश विश्वधारिणी त्रिवर्गदा त्रिसुभगा त्र्यंबका त्रिगुणात्मिका स्वर्गापवर्गदा
ശുദ്ധാ ജപാ പുഷ്പനിഭാകൃതി ഓജോപതിരായ യജ്ഞരൂപപ്രിയവൃതാതുരാരാധ്യതുരാദർശ കുസുമപ്രിയ മഹതി മേരുനിലയ മന്ദാര കുസുമപ്രിയ വിരാരാധ്യ വിരാരൂപ വിരജ വിശുദ്ധോന്മുഖ്യ പ്രത്യേക രൂപ പരാകാശ പ്രാണത പ്രാണരൂപിണി മാത്താണ്ഡ ഭൈരവാരാധ്യ മന്ത്രിണി നിസ്തരാജതു ത്രിപുരൈഷി ജയസേന നിസ്ത്രൈ പുണ്യപരാപരാ സത്യജ്ഞാനാനന്ദരൂപ സമരസ്യ പരായ നാഗമർദിനി കലാമാലാക മധുകാമരൂപിണി കലാനിധി കാവ്യകലാ രസജ്ഞ രസശേവതി പുരാതന പുഷ്ട പുരാതന പൂജ്യ പുഷ്കര പുഷ്കരേക്ഷണ പരം ജ്യോതി പരം ധാമ പരമാണു പരാത്പര പാശ ഹസ്ത പാശ ഹന്ത്രി പരമന്ത്ര വിഭേദിനി മൂർത്ത മൂർത്ത നിത്യതൃപ്ത മുനിമാനസ ഹംസിക സത്യപ്രദ സത്യരൂപ സർവാന്തര്യാമിനി സതി ബ്രഹ്മാണി ബ്രഹ്മജനനി ബഹുരൂപ ബുധാർച്ചിത പ്രസവത്രൈ പ്രജ്ഞ പ്രതിഷ്ഠ പ്രകടാകൃതി പ്രാണേശ്വരി പ്രാണദാത്രി പഞ്ചശത്രീണരൂപിണി വിശൃംഖല വിയുക്തസ്തവീരമാധവി എത്ര സുമുകുന്ദ മുക്തി നിലമൂല വിഗ്രഹരൂപിണി ഭവജ്ഞ ഭവരോഗഗ്നി ഭവചക്ര പ്രവർത്തിനി ഛന്ദസാര ശാസ്ത്രസാര മന്ത്രസാരതലോദരീ ഉദാരകൃതിരുദ്വൈഭവ വർണ്ണരൂപിണി ജന്മ മൃത്യുജരാ തപ്തിജന വിശ്രാന്തിദായിനി സർവോപനിഷത് കൃഷ്ണശാന്തിതീതകലാത്മിക ഗംഭീര ഗഗനാന്തസ്ഥ ഗർവിതാകാനലോലുപ കൽപ്പനാരഹിതാകാഷ്ട കാന്ത കാന്താർത്ഥ വിഗ്രഹ കാര്യകാരണ നിർമുക്ത കാമകേളിതരംഗിത കനകത്കനകതാടങ്കാലലീല വിഗ്രഹധാരിണി അജാക്ഷയ വിനുർമുക്ത മുക്ത ക്ഷിപ്ര പ്രസാദിനി അന്തർമുഖ സമാരാധ്യ ബഹുർമുഖ സുദുർലഭ ത്രയീന്ദ്ര വർഗ നിരയത്രസ്തു ത്രിപുരമാലിനി നിരാമയ നിരാലംബ സ്വാത്മാ രാമസുദാശ്രുതി സംസാരഭംഗ നിർമ്മഗ്ന സമുദ്ധരണ മണ്ഡിത യജ്ഞപ്രിയ യജ്ഞകത്രി യജമാന സ്വരൂപിണി ധർമാധാര ധനദക്ഷ ധനധാന്യ വിവർദ്ധിനി വിപ്രപ്രിയ വിപ്രരൂപ വിശ്വഭ്രമണകാരിണി വിശ്വഗ്രാസ വിദ്രുമ വൈഷ്ണവി വിഷ്ണുരൂപിണി ആര്യോന്ദ്രിയോ നയാകുലസ്ഥകുലരൂപിണി വീരഗോഷ്ഠിപ്രിയ വീര്യ നൈഷ്കർമ്യനാഥരൂപിണി വിജ്ഞാന കലന കല്യ വൈന്ദവ വൈന്ദവസന തത്വാധിക തത്വമയ തത്വമർത്ഥരൂപിണി സാമകാന പ്രിയ സൗമ്യ സദാശിവ കുടുംബിനി സവ്യപാവന മാർഗസ്ഥ സർവാപത്തിവാരിണി സ്വസ്ഥ സ്വഭാവമന്ദ്ര ധീര ധീര സമർച്ചിത ചൈതന്യാർഘ സമാരാധ്യ ചൈതന്യ കുസുമപ്രിയ സദാ ദുഷ്ടധാരണാദ്യപാഠ ദക്ഷിണാരാധ്യതരസ്മേര മുഖാംബുജ കൗലിനീ കേവലാനർഘ കൈവല്യ പദദായിനി സ്തോത്രപ്രിയ സുതിമതി ശ്രുതി സംസ്കൃത വൈഭവ മനസ്സുനി മാനവതി മഹേഷി മംഗളാകൃതി വിശ്വമാതാ ജഗദ്ധാത്രി വിശാലാക്ഷി വിരാഗ്നി പ്രഗൽഭ പരമോദാര പരമോദമനോമയി വ്യോമകേശി വിമാനസ്ഥാപചരണി വാമകേശ്വരി പഞ്ചയജ്ഞ പ്രിയ പഞ്ചപ്രേത പഞ്ചാസായിനി പഞ്ചമി പഞ്ചഭൂതേശി പഞ്ചസംഖ്യോ ഉപചാരിണി ശശ്വതി ശശ്വതീശ്വര്യ ശർമ്മത ശംഭുമോഹിനി ധരാധര സുധന്യ ധർമ്മിണി ധർമ്മവർദ്ധിനി ലോകാതീത ഗുണാതീത സർവാതീത ശമാത്മിക ബന്ധൂക കുസുമ പ്രഖ്യാപാലീല വിനോദിനി സുമംഗലി സുഗരി സുവേഷാഢ്യ സുവാസിനി സുവാസ്യ നർച്ചന പ്രീത ശോഭന ശുദ്ധമാനസ ബിന്ദു തർപ്പണ സന്തുഷ്ട പൂർവിത ത്രിപുരാംബിക ദശമുദ്ര സമാരാധ്യ ത്രിപുര ശ്രീ ശിവങ്കരീം ജ്ഞാനമുദ്ര ജ്ഞാനഗമ്യ ജ്ഞാനജ്ഞേയ സ്വരൂപിണി യോനി മുദ്ര ത്രിഖണ്ഡേശി ത്രിഗുണാംബ ത്രികോണക അനഘാത്മത ചാരിത്ര വാഞ്ചിതാർത്ഥപ്രദായിനി അഭ്യാസാദി യജ്ഞാദി ഷഡ്വാദീതരൂപിണി അവ്യാജകരുണാമൂർത്തി അജ്ഞാനധ്വാന്ത ദീപിക ആപാലഗോപവിദിത സർവാനുലംഘ്യ ശാസന ശ്രീചക്രരാജനരിയ ശ്രീമത് ത്രിപുര സുന്ദരി ഓം ശ്രീ ശിവ ശിവശൈത്യക്യരൂപിണി ലളിതാംബികായേ നമഃ. ഓം ശ്രീ 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 ലളിതാംബികായേ നമഃ. ആരതി 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 ഓം ആരതി 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 ഓം ആരതി 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 ഓം ആരതി 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 ഓം. സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഹരി ഗോവിന്ദ. സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഹരി ഗോവിന്ദ. സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഹരി ഗോവിന്ദ. ശ്രീ ലളിതാ പരമേശ്വരി സർവഭാഗ്യങ്ങളും സർവൈശ്വര്യങ്ങളും തരട്ടെ എന്ന് പ്രാർത്ഥിച്ച ഹരി 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 ബോൾ രാധേ 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 ശ്രീ സത് ശ്രീ അകാൽ.